IIC Lakshya has been awarded for highest CMA USA registrations in India. 2 ഇയേഴ്സിനേക്കാളും കുറഞ്ഞൊരു MBA പ്രോഗ്രാം ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ AI വന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ജോബ് AI കൊണ്ട് പറ്റാത്ത ഒരു സംഗതി ഉള്ളത് ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു പവർ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരു +2 കാരൻ CMA മാത്രമായിട്ട് വരുന്നേക്കാളും നല്ലത് എന്തുകൊണ്ടും അവൻ്റെ ബാക്കപ്പ് ആയിട്ട് ഒരു ഡിഗ്രി കൂടി ഉള്ളതായിരിക്കും. CMA USA എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്ലാനിങ്, അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പോലത്തെ കുറച്ച് ഏരിയ. 72% സാർ ഇതിന്റെ പാസ് മാർക്ക്. 72% ഒരു ഫാക്കൽറ്റി വന്നിട്ട് ക്ലാസ് എടുത്ത് നിങ്ങൾ പാസ്സാക്കുന്നതല്ല ഇവിടെ നടക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനും നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാനും നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം ഒരു സ്ട്രോങ് അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ടെങ്കിലേ പറ്റൂ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ് കുളു. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, വളരെ അടുത്ത്, ഫ്രണ്ട്സ് എന്ന് വിളിക്കണോ, കൊളീഗ്സ് എന്ന് വിളിക്കണോ, ഫാക്കൽറ്റീസ് എന്ന് വിളിക്കാം, അങ്ങനെയാണല്ലോ എല്ലാവരും വിളിക്കുക അല്ലേ. അപ്പോൾ ഫാക്കൽറ്റീസ് 2 പേര് എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ CMA USA സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് USA എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 14 വർഷം എക്സ്പീരിയൻസ് ഉള്ള, കേരളത്തിൽ തന്നെ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഫാക്കൽറ്റി എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ DK സർ, വെൽക്കം ടു ദിസ് കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ് കുളൂർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം ദറ്റ് യു ഹവ് ഗിവൺ. ഇനി DK സാറിനൊപ്പം തന്നെ ഒരാളും കൂടിയുണ്ട്. ഏകദേശം 8-9 വർഷം ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസും കോർപ്പറേറ്റിൽ 2-3 വർഷം എക്സ്പീരിയൻസ് ആയി ഇപ്പോൾ ടീച്ചിങ്ങിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, യങ് ആയിട്ടുള്ള, എപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ സാറിനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കും. പക്ഷെ സാറിന് കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞു. എന്തായാലും ആരാന്ന് നിങ്ങൾ ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഷഹീദ് സാർ, വെൽക്കം ടു കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ്. താങ്ക് യു. സോ നമുക്ക് എന്തായാലും ഇന്ന് CMA USA ആയിരിക്കും ഇന്നത്തെ ടോപ്പിക് അല്ലേ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടും 2 അടിപൊളിയായിട്ടുള്ള ആൾക്കാരെ ഈ ഡിസ്കഷന് വേണ്ടി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ നീട്ടി വലിക്കാണ്ട് ഡയറക്റ്റ് കാര്യത്തിലേക്ക് എടുക്കാം. അപ്പോൾ DK സർ, ഞാൻ സാറിനെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്വിയസ്ലി സാർ സീനിയർ ആയതുകൊണ്ട് തുടങ്ങാമല്ലോ, ഉറപ്പാണല്ലേ. ഒബ്വിയസ്ലി നമ്മൾ സീനിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. സാർ അത് കേൾക്കുന്നതിൽ കുറച്ച് വിഷമമുണ്ടെന്ന് തോന്നുന്നു, സീനിയർ എന്ന് പറയുന്നത്. എന്താണെങ്കിലും സാർ, നമ്മൾ CMA USA കോഴ്സ്, സാർ വെറ്ററൻ ആണ്. ലൈക്ക് വെറ്ററൻ എന്ന് പറയുമ്പോൾ 14 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ 14-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് എല്ലാം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. CMA USA കേട്ട് തുടങ്ങാൻ ആൾക്കാർ കേട്ട് തുടങ്ങിയിട്ട് തന്നെ ചിലപ്പോൾ 5-6 വർഷമായിട്ടുള്ളൂ. പക്ഷെ സാർ 14 വർഷം എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ആൾക്കാർക്ക്. 14 ഇയേഴ്സ്, കാരണം ആൾക്കാർ ഇതിനെപ്പറ്റി കേട്ട് തുടങ്ങിയിട്ട് തന്നെ ഒരു 5-6 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ സാർ, നമുക്ക് ഇന്നിപ്പോൾ ഈ ടോക്ക് ഷോ അല്ലെങ്കിൽ ഈ സീരീസ് കേൾക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, പാരൻസ് ഉണ്ടാവും, പക്ഷേ എന്തായാലും കുറേ ആസ്പയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും, ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. സാർ, CMA USനെ പറ്റി എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാൻ പറ്റും? ഡെഫിനറ്റ്ലി സാർ. സാർ പറഞ്ഞല്ലോ, ഈ ഫീൽഡിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിലൊരു അനുഭവം ഞാൻ പറയാം. സ്റ്റാർട്ടിങ് സമയത്ത് CMA USA എന്ന് പറയുമ്പോൾ, ഞാൻ പഠിപ്പിക്കുന്ന CMA USA പ്രോഗ്രാമാണ് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് CMA USA, അത് എന്ത് കോഴ്സാണ്, ഇത് കമ്പ്യൂട്ടർ കോഴ്സാണോ, ടാലിയാണോ? ഈ ഒരു പ്ലേസിൽ നിന്ന് ഇന്ന് CMA USA എന്ന് പറയുന്നത് ശരിക്ക് അറിയപ്പെടാത്തൊരു ഏരിയ ഇല്ല. മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, കേരളത്തിന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ CMAയുടെ ഒരു ഗ്രോത്ത് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫാക്കൽറ്റി എന്നൊക്കെ ഞാൻ പറയുകയാണ്. ശരിക്ക് ബേസിക്കലി CMA എന്ന് പറയുന്നത് 1972 US ഒരു IMA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇവർ ഫോം ചെയ്ത ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് CMA, സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ. അതായത് ശരിക്കും സാറേ, ഇന്നൊരു ഫാസ്റ്റ് മൂവിങ് വേൾഡ് ആണല്ലോ, എല്ലാവരും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. ശരിക്കും അതിലേക്ക് പറ്റിയ ഒരു ബെസ്റ്റ് കോഴ്സായിട്ട് പറയാൻ പറ്റും. ബിക്കോസ് വളരെ ഷോർട്ട് ടേം കൊണ്ട്, വിത്തിൻ 1 ഇയർ 1.5 ഇയേഴ്സ് കൊണ്ട് ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ നേടാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അറിയപ്പെടുന്നത്. എത്ര എക്സാം ഉണ്ട് ഇതിൽ? ഇത് ശരിക്കും 2 എക്സാമേ ഉള്ളൂ സാർ. പക്ഷേ 2 എക്സാം എന്ന് പറയുമ്പോൾ നമ്മളൊരു അൺറൈറ്റഡ് ആവരുത്. 2 എക്സാം എന്ന് പറയുന്നത് കംപ്രൈസിങ് ഓഫ് 12 സബ്ജക്ട്സ്, 12 സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന 2 എക്സാംസ്. ഈ രീതിയിലാണ് CMA എന്ന് പറയുന്നത്.
അപ്പൊ ഈ 2 എക്സാം അടങ്ങുന്ന 12 സബ്ജക്ട് പഠിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ അതെ, certification. 1972 തുടങ്ങിയ കോഴ്സാണ്. അതെ, definitely, അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ ഈ കോഴ്സിനെ പറ്റി പറയുന്ന സമയത്താണെങ്കിൽ പോലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് പാസ്സായാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്കൊന്ന് ഷഹീദ് സാറിനോട് ചോദിക്കാം. CMA USA ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒന്ന് സാർ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. CMA USA എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ പോകുന്ന കുറേ കോഴ്സുകളുണ്ട്. ACCA, CA എന്ന് പറയുന്ന കുറച്ച് കോഴ്സുകളുണ്ട് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കോഴ്സുകൾ. അതിൻ്റെ കൂടെ പറയുമ്പോഴാണ് എന്താണ് CMA USAക്ക് ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. ഈ സ്റ്റാർട്ടേഡ് അക്കൗണ്ടൻസി അതുപോലെ തന്നെ ACCA എന്നൊക്കെ പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയാസ് ആണ്. അവിടെ ഓഡിറ്റിംഗ്, ദെൻ ഫൈനാൻഷ്യൽ അതർ സൈഡുകളൊക്കെ നോക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. വൈൽ CMA USA എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പ്ലാനിങ്, അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പോലത്തെ കുറച്ച് ഏരിയ എല്ലാ ഓർഗനൈസേഷനിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് നമ്മൾ അടുത്തൊരു സാധനത്തിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് AI. പിന്നെ ഡെഫിനറ്റ്ലി വലിയൊരു ടോപ്പിക് ആണ്. അത് ശരിക്കും ഒരു സെപ്പറേറ്റ് ടോക്ക് തന്നെ വെക്കേണ്ടി വരും തോന്നുന്നു ഡിസ്കസ് ചെയ്യാൻ. അതെ. അപ്പൊ AI വന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ജോബ് അവിടെയാണ് ആ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ. നമ്മുടെ എയുടെ വരവോടുകൂടി ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിന് ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മീൻസ് അക്കൗണ്ടിങ് മേഖലയിലെ സോഫ്റ്റ്വെയർ ഏരിയാസ് കംപ്ലീറ്റ് AI ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അപ്പോഴും പ്ലാനിങ്, അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ് അപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം AI കൊണ്ട് പറ്റാത്ത ഒരു സംഗതി ഉള്ളത് ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു പവർ എന്ന് പറയുന്നത് അതെപ്പോഴും അപ്പോൾ ഒരു കമ്പനിയിൽ ചെല്ലുന്ന സമയത്ത് അത് എപ്പോഴും സേഫ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ സമയത്തും അതെന്താണ് മാർക്കറ്റിൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സും കൂടിയാണ്. അല്ല, ഇത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം സാർ പറഞ്ഞൊരു പോയിന്റിന് ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതിനെ ഇപ്പൊ CA എടുക്കുന്നില്ല, അതിന്റെ പകരം ACCA എടുക്കാം, അല്ല അതിന്റെ പകരം CMA USA എടുക്കാം എന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ആൾക്കാരുടെ വിചാരം ഇതിൽ എല്ലാത്തിലും ഒരേ ഫോക്കസ് ആയിരിക്കും പോകാന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി ഈ 3 കോഴ്സും ശരിക്കും കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ടിൽ ഭയങ്കര വ്യത്യാസം, വളരെ ഡിഫറൻറ്റ്. പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. CA കൊടുക്കുന്ന ACCA കൊടുക്കുന്ന സംഗതികളല്ല CMA USA. അപ്പോൾ ഒരു ചോദ്യം എപ്പോഴും എനിക്ക് വരാറുണ്ട്, സർ ACCA ആണോ നല്ലത്, CMA USA ആണോ നല്ലത്? അവിടെ അങ്ങനെ ഒരു കമ്പാരിസണ് ഇത് രണ്ടും ഒരേ സംഗതി അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. സാർ അത് എടുത്തിട്ടോണ്ട് ഞാൻ പറയാണ്, കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് പറയാണ്. സാർ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ACCA ഏകദേശം ഒരു 3 വർഷം 2 വർഷം, CA ഒരു 5 വർഷത്തിലെടുക്ക് എടുക്കുന്ന ഒരു കോഴ്സാണ്. CMA USA ഒറ്റ വർഷം എന്ന് പറയും. സർ ഈ ഒറ്റ വർഷം എന്ന് പറയുമ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് ആണോ? സർ ഡെഫിനറ്റ്ലി ഇത് ഷോർട്ട് കട്ട് ആണോ അതൊരു സ്മാർട്ട് വേ ആണോ എന്ന് ശരിക്കും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾ ഫെയിലായി പഠിക്കുന്നതാണോ ശരിക്ക് സ്മാർട്ട്? അങ്ങനെ ഡെഫിനേഷൻ ഉണ്ടോ സാറേ? CA കുറച്ചൊന്ന് വിഷമിക്കും അല്ല, ഒരുപാട് വർഷം 5 വർഷം പഠിച്ചാലേ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കും, അങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് എല്ലാ US കോഴ്സും അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതിന്റെ കോണ്ടന്റിലാണ്, ഇതിന്റെ സബ്ജക്ട് വൈസ്. സാറേ CMA എന്ന് പറയുന്നത് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് 2 എക്സാം ആയതുകൊണ്ട് ഇതെന്തോ 2 പേപ്പർ പഠിക്കും. ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, 2 എക്സാം ആണ് അതുകൊണ്ട് എളുപ്പമാണ് അല്ലേ. ചില ആൾക്ക് 2 എക്സാമിന് പകരം ഉപയോഗിക്കുന്ന 2 സബ്ജക്ട് എന്ന് വരെ പഠിക്കുന്നുണ്ട്. 2 സബ്ജക്ട് ഇത് ശരിക്കും 2 സബ്ജക്ട് അല്ല സാറേ, ഇത് 2 പാർട്ട് അല്ല സാറേ. പാർട്ട് 1 എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് അനലിറ്റിക്സും പാർട്ട് 2 എന്ന് പറയുന്ന സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റും. ഇന്ന് ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള 2 സബ്ജക്റ്റാണ്. ഈ 2 പാർട്ടിലായിട്ട് സാറേ 12 സ്കിൽസാണ് പഠിക്കുന്നത്, 12 സബ്ജക്ട്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 2 സബ്ജക്റ്റുകൾ മാത്രം പഠിക്കാനുണ്ട് എന്ന് പറയുന്ന പല രീതിയിലുള്ള കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ, അങ്ങനെ ഒരിക്കലും അല്ല. സാറ് പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടല്ലോ, 2 സബ്ജക്റ്റ് അല്ല, 2 പാർട്ടുകളാണ്. അതിൽ 12 സ്കിൽ സെറ്റ് ഉണ്ട്. CMA USA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും 2 സബ്ജക്ട് പഠിച്ച് പാസ്സാവുന്ന ഒരു കോഴ്സ് അല്ല. എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ശരി, ഈ 12 സബ്ജക്ട് ആയതുകൊണ്ട് അത് കുട്ടികൾക്കൊരു ഹാർഡ് ഇത് കൊടുക്കുന്നില്ല. കാരണം ഈ 12 സബ്ജക്റ്റ് വേണ്ടി ഇവന് 12 എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഇതിന്റെ ഒരു യൂണിക് ഫീച്ചേഴ്സ്. 2 എക്സാം എഴുതിയാൽ മതി. അപ്പൊ ഒരേ സമയം ശരിക്കും 12 സബ്ജക്റ്റിന്റെ ഒരു നോളജും കിട്ടും. 2 എക്സാം എഴുതുമ്പോൾ അതെന്തായി സാർ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പൊ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ. ഞാൻ ശരിക്കും ഇതിനെ പറ്റി ഒന്ന് ഇപ്പൊ സാർ പറയുന്ന കേൾക്കുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്തും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ CMA USA ഇപ്പോൾ 12th കഴിഞ്ഞ കുട്ടികൾ ചെയ്യുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കുറേ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ കുറേ പേര് ഈ കോഴ്സുകൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്നത്. ശരിക്കും വർക്കിംഗ് പ്രൊഫഷണൽസ് ഒരു അപ്സ്കില്ലിംഗ് മോഡലിൽ CMA USA എത്രത്തോളം സാർ ശരിക്കും അതിനൊന്ന് അഡ്വക്കേറ്റ് ചെയ്യും, ലൈക്ക് അതിന് പറയും? ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ മീൻസ് ടീച്ചിങ് എക്സ്പീരിയൻസിൽ തന്നെ
ഞാൻ മേജോറിറ്റിയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ഈ പ്രൊഫഷണൽസ് എന്ന് പറയും, വർക്കിംഗ് പ്രൊഫഷണൽസ്. ഓക്കെ, അവർക്ക് ഇത് ചില സമയത്ത് ചില ആൾക്കാർ എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുള്ള അവരുടെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അവർ ഒബ്വിയസ്ലി ഞാൻ ചോദിക്കും അവരുടെ അടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത്രയും കാലത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് CMAUSയിലേക്ക് വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അവരുടെ അപ്സ്കില്ലിംഗിൽ വേറൊരു ഓപ്ഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ദി ബെസ്റ്റ് ചോയ്സ് എന്ന് അവർ പറയുന്നതായി. ഓക്കെ, അപ്പോൾ അവരൊക്കെ ഈ ഒരു നോർമലി പഠിക്കുന്ന കാലത്ത് ഇത് എടുക്കാൻ പറ്റാണ്ട് പിന്നീട് ജോബിൽ കയറി പിന്നെയാണ് അവർക്ക് ആ തോട്ട് വരുന്നത് CMAUSA അപ്സ്കില്ലിങ്ങിന് വേണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടെ അത് നേരത്തെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ കേപ്പബിൾ ആയി പോയി. ഓക്കെ, യൂഷ്വലി കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്നത് BCom ഒക്കെ കഴിഞ്ഞതിന് ശേഷം ദെൻ CMAUSA ജോയിൻ ചെയ്യുന്നു, പിന്നെ ഒരു കൊല്ലം കൊണ്ട് അത് എടുത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇതായി. ഇപ്പോൾ അത് കുറച്ചും കൂടെ ട്രെൻഡിങ് ഫാസ്റ്റ് ആയി. അത് കുറച്ചും കൂടെ ഒരു അറ്റ് ദ ഏജ് ഓഫ് 19 നമ്മൾ +1 +2 കഴിയുമ്പോൾ തന്നെ പിള്ളേർ 19 വയസ്സിൽ അപ്പൊ തന്നെ ഒരു പിള്ളേർ ഇതിലേക്ക് ജോയിൻ ചെയ്യുവാണ്. പക്ഷെ അപ്പോഴും അവിടെ ഒരു CMAUSAക്ക് ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്, 3 ക്രൈറ്റീരിയാസ്. ഓക്കെ, അത് മീറ്റ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ സ്വാഭാവികമായിട്ടും അവിടെ 3 ക്രൈറ്റീരിയ. അതെ, 3 ക്രൈറ്റീരിയാസ്. ഈ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഒന്ന് 90 ക്രെഡിറ്റ് പോയിന്റ്സ് വേണം CMAUSA എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. 90 ക്രെഡിറ്റ് പോയിന്റ്സ്. അത് പൊതുവെ നമുക്കൊരു ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 30 ക്രെഡിറ്റ് പോയിന്റ്സ് വെച്ചിട്ട് 3 വർഷം കൊണ്ട് 90 ക്രെഡിറ്റ് പോയിന്റ്സ് അറിയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മാൻഡേറ്ററി ആയി, നമുക്ക് ഒരു ഡിഗ്രി കമ്പൽസറി ആണ്. ദെൻ നെക്സ്റ്റ് സംഗതി എന്ന് പറയുന്നത് ഈ 12 നേരത്തെ പറഞ്ഞ 12 സബ്ജക്റ്റുകളെ നമ്മൾ 2 എക്സാമുകളാക്കിയിട്ട് നമുക്ക് ചുരുക്കിയിട്ടുണ്ട്. ആ 2 എക്സാമുകൾ പാസ് ആവുക എന്നുള്ളതാണ്, വിച്ച് മീൻസ് 2 പാർട്ട് എക്സാം ക്വാളിഫിക്കേഷൻ. അത് രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെയുണ്ട് ഇറ്റ്സ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ മാൻഡേറ്ററി ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ മെയിൻ പ്രയോറിറ്റി കൊടുക്കുന്ന സാധനങ്ങൾ. ഒരിക്കലും ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു 2 years വർക്ക് എക്സ്പീരിയൻസ്, ബാക്കിയുള്ള എല്ലാ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനെ പോലെയും ഇതിനും വേണം ഒരു 2 years വർക്ക് എക്സ്പീരിയൻസ്. ഈ 3 ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഫുൾഫിൽ ആവുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം CMAUSA എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു വർഷത്തെ കോഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 എക്സാം ക്ലിയർ ചെയ്യാൻ ഒരു വർഷത്തെ കോഴ്സാണ്. പക്ഷേ ക്രൈറ്റീരിയ 3 ആണ്. 3 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ കുട്ടിയുടെ കംപ്ലീറ്റ് ക്വാളിഫിക്കേഷൻ തീരുന്നത്. സർ, അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം വളരെ സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ +2 പഠിക്കുന്ന കുട്ടി ശരിക്കും CMAUSA കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ഡെഫിനറ്റ്ലി നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തെ അവസ്ഥ അറിയാം. ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. ഈ സമയത്ത് ഒരു +2 കാരൻ CMA മാത്രമായിട്ട് വരുന്നേക്കാളും നല്ലത് എന്തുകൊണ്ടും അവൻ്റെ ബാക്കപ്പ് ആയിട്ട് ഒരു ഡിഗ്രി കൂടി ഉള്ളതായിരിക്കും. ഓക്കെ, ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്യ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇവിടെ +2 കഴിഞ്ഞവർക്ക് CMAയുടെ കൂടെ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഇവന് CMA കിട്ടും, അതേസമയം മാൻഡേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ടുള്ള എന്ത് കിട്ടുന്നുണ്ട്, ഡിഗ്രി CMAUSA എന്ന് പറയുന്ന കോഴ്സ് മനസ്സിലാണ്. അല്ലാതെ ശരിക്കും എൻ്റെ അഭിപ്രായം +2 CMA കൊണ്ട് മാത്രം അത് വളരെ ഫാക്ട് ആണ്. കാരണം +2 കഴിഞ്ഞ ഒരു കുട്ടി 19 വയസ്സ് CMA പാസ്സായാൽ അത് ഓപ്പൺലി ഞാൻ പറയാം, അത് ജോബിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടഫ് ആയിരിക്കും അല്ലെ? കാരണം ഒബ്വിയസ്ലി ആ ഡിഗ്രി എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് ശരിക്കും ലക്ഷ്യയിലാണെങ്കിൽ BCom +CMA +2 കഴിഞ്ഞ കുട്ടീനെ നമുക്ക് നോർമൽ CMAUSയിൽ നമ്മൾ എപ്പോഴും പറയും അത് ചെയ്യണ്ട, നിങ്ങൾ BComനൊപ്പം പഠിക്കുന്നതാണ് നല്ലത്. വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ CMAയുടെ കൂടെ BCom ചെയ്യുന്നതുകൊണ്ട് ശരിക്കും അവന് എളുപ്പമാണ്. കാരണം BComന് വേണ്ടി അവന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ CMA പഠിക്കുന്ന മിക്ക പേപ്പേഴ്സ് തന്നെയായിരിക്കും BCom, അതിന്റെ ലിവറേജ് അവിടെ കിട്ടും ചെയ്യും. എക്സാക്ട്ലി കറക്റ്റ് പോയിന്റ് ആണ്. കാരണം CMAUSയിലെ ഹാർഡ് ടോപ്പിക്സ് ഒക്കെ പറയുമ്പോൾ ആ കുട്ടി പിന്നെ ഈ BCom എന്ന് പറയുന്നത് സിംപ്ലി മാറും. അപ്പൊ അത് ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ. 12th കഴിഞ്ഞ കുട്ടികൾ അങ്ങനെ ചൂസ് ചെയ്യുക. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ എനിക്ക് തോന്നി MBA പോലുള്ള അല്ല, അത് കുറച്ചൊന്ന് MBA ഞാൻ പറയാം 2 yearsനേക്കാളും കുറഞ്ഞൊരു MBA പ്രോഗ്രാം ഉണ്ടോ? ഇല്ല. ഞാൻ പറയാം CMAയുടെ കോഴ്സ് 1 year. എനിക്കൊന്ന് 3 month വിൻഡോ കൊണ്ട് അവനൊരു പാട്ട് പാസ്സാവും, നെക്സ്റ്റ് 3 month കൊണ്ട് അല്ലേ സാറേ പാസ്സാവും. അപ്പോൾ എനിക്കൊന്ന് 1.5 എടുത്താലും ഇനി വേണ്ട 2 years എടുത്താലും കിട്ടാൻ പോകുന്ന ഒരു ഗ്ലോബലി സർട്ടിഫിക്കേഷൻ അല്ലേ? അല്ല ഈ കയ്യിലുള്ള യൂണിവേഴ്സിറ്റി ഡിഗ്രി പോലെയുള്ള മറ്റൊരു PG അല്ലല്ലോ. കറക്റ്റ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും MBA ചൂസ് ചെയ്യുന്ന കാട്ടും ക്വാളിഫിക്കേഷൻ തന്നെയാണ് CMAUSA എടുക്കുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇനി ഒരു അപ്സ്കില്ലിന് വേണ്ടി നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. മറ്റൊരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിനെക്കാളും എന്തുകൊണ്ടും എന്റെ അഭിപ്രായത്തിൽ നല്ലത് സാറേ CMAUSA. അല്ല, എനിക്ക് അത് തോന്നിയിട്ടുണ്ട് സാർ. കാരണം എനിക്ക് സാർ ഇപ്പോൾ ഞാനും പല രാജ്യങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്ത ഒരാളാണ്. പല രാജ്യങ്ങൾ ശരിക്കും ഇന്ത്യയിൽ നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ CA എന്ന് പറയുന്ന അത് പ്രസ്റ്റീജിയസ് ക്വാളിഫിക്കേഷൻ, അത് ഒബ്വിയസ്ലി ലോകത്തും അങ്ങനെ. പക്ഷേ സാർ ഞാൻ പുറത്തു പോയിട്ട് പല എംപ്ലോയേഴ്സിനോടും പല സ്ഥലത്തും സംസാരിക്കുമ്പോൾ സാർ കോർപ്പറേറ്റ് ഉണ്ടതാണല്ലോ, അവിടെ ശരിക്കും അവർ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചോളം
സ്കിൽ സെറ്റ് ഉണ്ടോ, അതെ, നോളജ് ഉണ്ടോ, skill. ജോബ് കിട്ടും അതെ, അല്ലെ. അതെ. അവിടെ CA-കാരനാണോ CMA-കാരനാണോ ACA-കാരനാണോ ഒന്നും അവര് ഇല്ല, നോക്കുന്നില്ല. sir. അപ്പൊ സാറിന് അത് സാറിന് തോന്നുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡ് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഓൾമോസ്റ്റ് ജോബ് വൈസ് നോക്കുകയാണെങ്കിൽ അല്ലേ അതെ similar അത് opportunity കറക്റ്റ് ആണ്, അത് അല്ലേ? കറക്റ്റ് അത് കറക്റ്റ്. എങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏത് കോഴ്സ് ഏത് പാത്ത് ചൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിലും ഒരു കമ്പനിയിൽ എത്തുന്ന സമയത്ത് അവർക്ക് സ്കില്ലാണ് മെയിൻ വേണ്ടത്. അതെ. സ്കില്ല് ആ സ്കില്ല് എപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ BCom CMA എന്നൊക്കെ പറയുന്ന സമയത്ത് BCom കഴിയുമ്പോൾ തന്നെ വിച്ച് മീൻസ് അറ്റ് ദ ഏജ് ഓഫ് 21 ആകുമ്പോഴേക്ക് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി അവർ ഒരു പ്രൊഫഷണൽ കോഴ്സും കൂടെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സമയം കിടക്കുക. ഒരു വർക്കിന് കയറിയതിന് ശേഷം ഒരു 2 years എക്സ്പീരിയൻസ് ആകുമ്പോഴേക്കും അവർക്ക് കോർപ്പറേറ്റ് സ്കില്ല് വന്നു. Yes. അതിന്റെ കൂടെ മറ്റ് സ്കില്ലുകളും കൂടെ ആഡ് ആയിട്ട് അറ്റ് ദ ഏജ് ഓഫ് 23 ആകുമ്പോഴേക്കും അവർ സെറ്റിൽഡ് ആയി കംപ്ലീറ്റ്ലി. നോർമലി ഒരു ജോലി കിട്ടി സെറ്റിൽ ആവുന്ന കാര്യമല്ല സാറേ ഞാൻ അത് കംപ്ലീറ്റ്ലി ഒരാൾ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തി. അത് വലിയ കാര്യമില്ല സാർ. 23 വയസ്സിലൊക്കെ ഒരാൾ BCom കഴിയുന്നു, CMA USA കഴിയുന്നു, ജോബിന് കയറുന്നു, ഒരു അവന്റെ ലൈഫ് സെറ്റിൽ ആവുന്നു. അതിനപ്പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു 20 കൊല്ലം മുന്നേ 23 വയസ്സിലൊക്കെ ഒരാൾ അത്യാവശ്യം ഒരു നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഒരിക്കലുമല്ല. എനിക്ക് തോന്നുന്നു അതൊരു വളരെ ശരി ആളുകൾ പേടിയായിരുന്നില്ല സാർ. എന്റെ കാലത്തൊക്കെ ഈ CA-ക്ക് പോവുക അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യാൻ ശരിക്കും പേടിയായിരുന്നു. ശരിക്ക് ആ ഒരു പേടി മാറ്റിയതിന് പിന്നിലും എനിക്ക് തോന്നുന്നു ലക്ഷ്യക്ക് ചെറിയൊരു എന്താ പറയാ ഒരു റോൾ ഉണ്ട്. കാരണം ആളുകൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ആ പേടി മാറി തുടങ്ങി, അല്ലെങ്കിൽ കുറെ കൂടി എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആയി തുടങ്ങി ശരിക്കും ഈ പ്രോഗ്രാമുകളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ പ്ലസ് വരുന്നത്. ആൾക്കാര് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. ഒബ്വിയസ്ലി ഫാക്കൽറ്റീസ് ആയ നിങ്ങളും വലിയൊരു റോൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് പഠിപ്പിക്കണ്ടേ, ഇത് പിള്ളേര് വരുന്ന സമയത്ത് ഓരോ എക്സ്പെക്ടേഷനിലാണ് വരിക. ഈ എക്സ്പെക്ടേഷൻ വരുന്നത് സാറേ 2 എക്സാം അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെക്ടേഷൻ വരുന്നത് വരും അല്ലേ? അല്ല, അതിൽ ഞാൻ സാറിനോട് ഒരു ചോദ്യം കൂടി വളരെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്, എന്നാലും ഞാൻ ചോദിക്കാം. ഇപ്പോൾ കുട്ടികൾ ഈ CMA USA പാസ്സാകുമ്പോൾ അവരുടെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. എനിക്ക് ഈ സ്റ്റാർട്ടിങ് തന്നെ 1 ലക്ഷം രൂപ ശമ്പളം വേണം, ഒരു 12 LPA കിട്ടിയാൽ കൊള്ളാം, ഞാൻ ഇത്രയും വലിയൊരു സർട്ടിഫിക്കേഷൻ അല്ലേ. സാറ് ശരിക്കും സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാം പാസ്സായ ഉടനെ ഇത്രയും വലിയ ശമ്പളം കിട്ടുന്നതാണോ, അതോ ഒബ്വിയസ്ലി ഒരു എക്സ്പീരിയൻസ് അവർ ഇനീഷ്യലി ഗെയിൻ ചെയ്യേണ്ടി വരില്ലേ? എന്താണ് രണ്ടുപേരും അഭിപ്രായം ഞാൻ കേൾക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അവർ എക്സ്പെക്ടേഷൻ കുറയ്ക്കേണ്ട, പക്ഷെ 2 കാര്യങ്ങൾ വേണം. ഒന്ന് അവർ അവെയർ ആയിരിക്കണം, ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവർ നോക്കണം ഒരു BCom ഫ്രഷറിന് സാധാരണ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്. അത് ചിലപ്പോൾ 10,000 ആവാം, ചിലപ്പോൾ 8,000 ആവാം, കറക്റ്റ്. മാക്സിമം ഒരു 15 to 18 കിട്ടുന്നുള്ളൂ. ഇവരാണ് 12 lakh അല്ലെങ്കിൽ CPA അല്ലെങ്കിൽ എന്താ പറയുക ഇത് ആവശ്യം LP ആവശ്യപ്പെടുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പെക്ടേഷൻ കുറയ്ക്കേണ്ട, പക്ഷെ നമുക്ക് ക്വാളിറ്റി കൂട്ടാമല്ലോ. കറക്റ്റ്. CMA എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കൂടെ നമുക്ക് വാല്യൂഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, പ്രസൻറ്റേഷൻ കൂട്ടാം, നമ്മുടെ ക്വാളിറ്റി കൂട്ടിയാൽ മതി. ഒബ്വിയസ്ലി അല്ലേ? അതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ റീസെന്റ് ആണ് ഒരു സ്റ്റാർട്ടിങ് ഒരു 30,000 കിട്ടിയാലും ഫോർ 21 year old സാറിന്റെ അഭിപ്രായത്തിൽ നല്ല സ്റ്റാർട്ട് അല്ലേ ശരിക്കും? അതെ. ഇതിന്റെ കൂടെ ഇപ്പൊ സാർ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സാർ പറഞ്ഞു 1 ലക്ഷം ഒരു മാസം. ഇത് കറക്റ്റാ. ഞങ്ങൾ ഫാക്കൽറ്റീസ് ഞാനൊക്കെ സാറ് ഫേസ് ചെയ്യുന്നുണ്ടല്ല, നമ്മൾ ക്ലാസ്സിൽ ചെന്ന് ചോദിക്കുമ്പോൾ വൈ യു ആർ ഫോർ CMA എന്ന് ചോദിക്കുന്ന സമയത്ത് 1 ലക്ഷം സാലറി എന്നുള്ള ആ ഒരു ടേം ഒബ്വിയസ്ലി അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഒഴിവാക്കുന്നില്ല സാറേ. കാരണം എൻ്റെ മുന്നിൽ തന്നെ കുറേ എക്സ്പീരിയൻസ് ഉള്ള ഇതിലുണ്ട്. ഒന്ന്, ഇന്ത്യ വിട്ട് പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈസിലി അച്ചീവബിൾ ആണ്. ഓക്കെ, ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടാം, ഈസി ആയിട്ട് കിട്ടാം ഈ 1 ലക്ഷം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിൽക്കുമ്പോഴുള്ള അവസ്ഥയാണ്, ഇന്ത്യയിലാണല്ലോ കുറച്ചും കൂടെ പേയ്മെന്റ് കുറവുള്ളത്. അവിടെ കിട്ടുമ്പോൾ ഇത് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു സാറേ, നമ്മൾ 3 ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. ഓക്കെ, 2 പാർട്ട് പാസ്സായ ഒരു വ്യക്തി എന്ന് പറയുന്നത് CMA സർട്ടിഫൈഡ് അല്ല. CMA ഫുൾ ഫോം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ്. അപ്പൊ അതിൽ സർട്ടിഫിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന് 2 years വർക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പൊ അതും കൂടെ ജോയിൻ ആവുന്ന സമയം കൊണ്ട് അവർക്ക് ഇത് ഈസിലി അച്ചീവബിൾ ആണ്. സോ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. CMA സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ഈ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ശരിക്കും അവൻ CMA ആവുമ്പോൾ ശരിക്കും 2 വർഷം എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പൊ എനിക്ക് ശരിക്കും CMA USA എടുക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് സാലറി ഇമ്പോർട്ടൻ്റ് ആണോ? ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു തുടക്കം വളരെ ക്രൂഷ്യലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്യുമുലേറ്റീവ് സാലറിയാണ്. നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ കിട്ടിയ ശേഷം എക്സ്പീരിയൻസ് കൂടുന്തോറും അതിന്റെ സാലറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാട്ടും മുകളിലേക്ക് എത്തും. അപ്പോൾ പ്രാക്ടിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ ജോബിലേക്ക് കയറാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സാലറിയിൽ ഞാൻ കയറില്ല, ഈ സാലറി എനിക്ക് ജോബ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് CA-ലൊക്കെ ആർട്ടിക്കൽഷിപ്പ് കുട്ടികൾ ചെയ്യുന്ന 5,000 10,000 രൂപ എന്തിനാണ് സാലറിക്കാണ്. അതിനെക്കാട്ടും നല്ലൊരു സാലറി CMA USA ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, 35,000-40,000 കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു
ഭയങ്കര നല്ലൊരു സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഒരു 25,000-30,000 സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് വലിയ സാലറിയാണ്. അത് പിന്നെ 2ാമത്തെ വർഷം 3ാമത്തെ വർഷം 5ാമത്തെ വർഷത്തേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും നിങ്ങളുടെ സാലറി കയറുന്നുണ്ടാവും. കാരണം ത്രൂ എക്സ്പീരിയൻസേ സാലറി കയറുള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് കുറച്ച് വീണ്ടും ഒരു കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ CMA USA ഇത്രയും പോപ്പുലർ ആയല്ലോ കേരളത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടില്ല. ഇന്നും കേരളത്തിലാണ് സൗത്ത് ഇന്ത്യ അതിൽ പോപ്പുലർ. പിന്നെ സൗത്ത് ഇന്ത്യയാണ് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായിട്ടുള്ളത്. പിന്നെ ഉറപ്പായിട്ട് പിന്നെ ഇതിനെ കൂടെ ഒരു വളരെ സന്തോഷമായ ഒരു വാർത്ത പറയാനുണ്ട്. ഞാൻ ഇപ്പൊ പറയട്ടെ? പറഞ്ഞോളൂ സാറേ. പറയട്ടെ, ഞാൻ പറയാൻ പോവാണേ. ഭയങ്കര സന്തോഷമുള്ള വാർത്തയാണ്. ഞെട്ടുവോ? അപ്പൊ ഞാൻ ഇതിപ്പോ വെളിപ്പെടുത്താൻ പോവാണ്. വളരെ വളരെ എന്താ പറയാ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. IIC Lakshya has been awarded the best prize, that is for highest CMA USA registrations in India. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ CMA USA ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നത് IIC ലക്ഷ്യയിലാണ്. which means ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് IIC ലക്ഷ്യയിലാണ് CMA USA പഠിക്കുന്നത്. ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ്ലി ഞാൻ ഇവിടെ ഇപ്പോൾ സാറിന് മുന്നിൽ. താങ്ക് യു സോ മച്ച് സാർ, രണ്ടുപേരും. അത് വേറെ ഫാക്കൽറ്റീസും ലക്ഷ്യയുടെ എല്ലാ ടീമിനെയും സപ്പോർട്ട്. കാരണം ലക്ഷ്യയുടെ ഈ ഒരു ജേർണി ഇവിടെ വരെ എത്തിയ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് CMA USA ഇങ്ങനെ രജിസ്ട്രേഷൻസ് ഹയസ്റ്റ് IIC ലക്ഷ്യയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും CMA USA ഉണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അവർ കോഴ്സിനൊപ്പം CMA USA എഴുതും. പല ആൾക്കാരും ഇത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പേപ്പറായിട്ട് പഠിക്കാം. ഞാൻ റീസെന്റ് കണ്ടു പാർട്ടായിട്ട് പഠിക്കാൻ മാത്രമല്ല, പാർട്ടില്ല സാറേ, സെക്ഷൻ വൈസ് ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ 2,000 രൂപ കൊടുത്ത് പഠിക്കൂ എന്ന പോലെ കണ്ടു സാർ. അപ്പോൾ എന്താണ് ശരിക്കും സാറിന് തോന്നുന്നത്? ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അതോ ഇത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഞാൻ ലക്ഷ്യമായിട്ട് പറയുന്നതല്ല, ഇതിനൊരു സാറിന്റെ സാർ 14 years ആയില്ലേ, എന്താ സാറിന്? കാരണം സാർ ഇത്രയും വർഷമായിട്ടും ഇങ്ങനത്തെ ഒരു, എനിക്ക് സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് എപ്പോഴും കൂടുതൽ ഒരു സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സാറിന് തോന്നുന്നത്? എന്താണ് ഇതിനെ പറ്റി സാറിന് ഒരു അഭിപ്രായം? സാറേ ഞാൻ പറയട്ടെ, ഈ CMA എന്ന് പറയുന്നത്, CMA മാത്രമല്ല ഏതൊരു കാര്യവും ലോകത്ത് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ അത് എല്ലായിടത്തും കാണാൻ പറ്റും. ഏതുപോലെ വെച്ചാൽ ഇപ്പോൾ ഒരു പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ എല്ലാ റീൽസിലും ആ പാട്ട് അതുപോലെ എല്ലാവരും CMA കൊടുക്കും. ഞാൻ ഈ ഫീൽഡിൽ ഒരുപാട് വർഷമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ടുണ്ട്, കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയത് വരാറുണ്ട്, പോവാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. സാറേ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഈ ഒരു എക്സാം പാസ്സാവുക എന്നതല്ല ശരിക്കും CMA. നേരത്തെ ശരി സാർ പറഞ്ഞല്ലോ, ഈ 2 എക്സാം പാസ്സാവുന്നതല്ല CMA. ഈ എക്സാം പാസ്സായിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് സ്കിൽസ് വേണം, നമുക്ക് പ്ലേസ്മെൻറ്റ് വേണം, നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഇമ്പ്രൂവ് ആവണം. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് 72% സാറേ ഇതിൻ്റെ പാസ് മാർക്ക്. 72% എല്ലാ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് പാസ് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പാസ്സാവാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ നോക്കിയിട്ട് ക്ലാസ് കണ്ടാൽ മതിയോ? ശരിക്കും ഇത് ഫിലിം കാണുന്നില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു അക്കാഡമിക് സ്ട്രക്ചർ വേണം സാറേ. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനും, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാനും, നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം ഒരു സ്ട്രോങ് അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ടെങ്കിലേ പറ്റൂ. സത്യം പറയട്ടെ, ഞാൻ പോയിട്ട് ഒരു ഫാക്കൽറ്റി വിചാരിച്ചാൽ പറ്റില്ലത്. ഞാൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയാളെ പാസ്സാക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ടീം വേണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. സാർ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാറും ഞാനും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സ് കൊടുക്കാൻ അത് ഏറ്റവും ഫീസിബിൾ ആയിട്ട്, വിച്ച് മീൻസ് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അത് കിട്ടുന്ന രീതിയിൽ ഏറ്റവും ഫീസ് കുറച്ച് കൊടുക്കാനൊക്കെ എനിക്കും പറ്റും, സാറിനും പറ്റും. പക്ഷേ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫുൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ഒബ്വിയസ്ലി അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും എക്സ്പെൻസും വരും. സോ എനിക്ക് 1 year കൊണ്ട് നമ്മൾ തീർക്കും എന്ന് പറഞ്ഞ സാധനത്തിൽ ഈ 1 yearന്റെ ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞത് എല്ലാം എടുക്കണം, സ്കിൽസ് എടുക്കണം, ഓക്കെ, പ്ലസ് 2 പാർട്ട് ക്വാളിഫൈ ചെയ്യണം, ഓക്കെ. അത് മാത്രമല്ല നമ്മൾ പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് പ്ലേസ്മെന്റ് കാര്യങ്ങൾക്ക് പോലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടെ ഒരുമിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പോകണം, ഒരു സിസ്റ്റം വേണം. സാറേ ഞാൻ പറഞ്ഞ ഇതൊരു കോമ്പറ്റീറ്റീവ് നീറ്റ് പോലുള്ള എക്സാം അല്ലല്ലോ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. നമ്മുടെ എൻട്രൻസ് അല്ലല്ലോ, ക്വാളിഫിക്കേഷൻ അല്ലേ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു സ്ട്രക്ചറും എക്സ്ട്രീംലി എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? പിന്നെ അൾട്ടിമേറ്റ്ലി സാർ സ്റ്റുഡൻ്റ് തീരുമാനിക്കേണ്ടത് ഇത് പഠിക്കണോ അതോ പാസ്സാവണോ. അവൻ ഈ കോഴ്സ് ഇങ്ങനെ കേട്ട് ഇതിൻ്റെ എന്താ പറയുക വീഡിയോസ് കണ്ട് തീർക്കണമെങ്കിൽ അവന് ഓപ്ഷൻസ് ഉണ്ടാവും. അതേസമയം ഇത് ക്വാളിഫൈ ചെയ്ത് പ്ലേസ്ഡ് ആവണമെങ്കിൽ അവന് കുറച്ചുകൂടെ കൂടുതൽ എഫേർട്ട് ഇതിലേക്ക് ഇടേണ്ടി വരും. ഇടണം അല്ലേ? ഒബ്വിയസ്ലി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സാറേ ഞാൻ ചോദിക്കട്ടെ, സാർ ഇപ്പോൾ MBA ക്വാളിഫൈഡ് ആണല്ലോ, ഒരു IIM പോലുള്ള സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് MBA ചെയ്യുന്നതും ഡിസ്റ്റൻസ് ആയി MBA ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, അത് ഉറപ്പായിട്ടും ഉണ്ട്. കാരണം നമുക്ക് IIM കിട്ടുന്നത്, ഞാൻ റീസെന്റ് IIM പഠിച്ചുകൊണ്ട് തന്നെ അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ, ആ ഫാക്കൽറ്റിയുടെ ഒരു ക്വാളിറ്റി, അവിടെ കിട്ടുന്ന ഒരു എക്കോ സിസ്റ്റം, അവിടെ കിട്ടുന്ന നെറ്റ്വർക്കിംഗ്, ഇതെല്ലാം
ഒന്നിച്ച് വരുമ്പോഴാണ് IIM ആവുന്നത്. ആ പറഞ്ഞതിൽ ആ സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാറേ. ആ എക്കോ സിസ്റ്റം ഉണ്ടല്ലോ, ആ എക്കോ സിസ്റ്റത്തിനാണ് നമ്മൾ അത്രയും പേയ്മെന്റും അതാണ് ആ ഒരു അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ്, നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടുത്തെ ആ സിസ്റ്റം കിട്ടി, നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ, നമുക്ക് ആ ഒരു റൈറ്റ് നെറ്റ്വർക്കിംഗിലേക്ക് നമുക്ക് എത്തും അല്ലേ. സോ അതാണ് ഈവൺ ഇപ്പോൾ ലക്ഷ്യയിലെ ഹയസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴും ലക്ഷ്യ ഒരു പ്ലാറ്റിനം അപ്രൂവ്ഡ് ആണ് അല്ലേ. അതായത് CMIUSയുടെ ഹയസ്റ്റ് എന്താണ് അവാർഡാണ് എന്ത്, പ്ലാറ്റിനം. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും ഏറ്റവും നല്ല റിസൾട്ട് വരുന്നതും എല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴല്ലേ ഈ പ്ലാറ്റിനം ആവുന്നത്. അപ്പൊ പ്ലാറ്റിനം കൂടി ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇറ്റ് ഷോസ് ദ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് അല്ലേ. സാറിന് എന്താണ് ശരിക്കും ലക്ഷ്യയില് സാറിന് ഡിഫറെന്റ് ആയി തോന്നിയത്? ഈ ഡെഫിനറ്റ്ലി ഈ സിസ്റ്റം തന്നെ സാറേ, ഈ ഒരു അക്കാഡമിക് സിസ്റ്റം, അതായത് എനിക്ക് തന്നെ പ്രൗഡാണ് ഈ ടീമിന്റെ ഭാഗമായിരുന്നു. അതായത് ഈ ടീം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയല്ല ശരിക്കും. CMA എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു ക്ലാസ് അല്ല ശരിക്കും CMA. അത് മനസ്സിലാക്കുന്ന പിള്ളേർ, ഇതൊരു സർവീസ് ആണല്ലോ. നമ്മളൊരു കൊടുക്കുന്ന അല്ലെങ്കിൽ ലെക്ചറിന്റെ ക്ലാസ് അല്ല CMA എന്ന് പറയുന്നത്, ഇതൊരു സിസ്റ്റം ആണെന്നും, അല്ലെങ്കിൽ ഇവന് ഇതിൽ എൻ്റർ ചെയ്ത് BCom കഴിഞ്ഞ് CMAക്ക് വന്നിട്ട് എൻഡ് ഓഫ് ദി ഡേ ഇവൻ MNC പ്ലേസ്ഡ് ആവുന്നത് വരെയുള്ള ജേണി. കറക്റ്റ്. മാത്രമല്ല ലക്ഷ്യം കൊടുക്കുന്ന സപ്പോർട്ട് സാറേ, ഈ ക്ലാസ്സിന് അപ്പുറത്തേക്ക് ഈവൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി കോഴ്സ് അവൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും. അത് മാത്രം ഞാൻ ഒരുപാട് കണ്ടിട്ട് സാറേ, ഈ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞിട്ട് പിള്ളേർ വീണ്ടും ഇവിടെ ഒന്ന് പഠിക്കുന്നത്, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമൊക്കെ സെക്ഷൻ എടുത്ത് കൊടുക്കുന്നു. വേറെ എവിടെയുണ്ട് സാറേ ഇത്? കോഴ്സ് കഴിഞ്ഞ പിള്ളേർ പോയിട്ട് വീണ്ടും അവന് വേണ്ടിയിട്ട് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ അസോസിയേറ്റ് ഫാക്കൽറ്റി ഒരു സെക്ഷൻ എടുത്ത് കൊടുക്കുക, അവൻ ലീവായ ദിവസത്തെ പോർഷൻസ് ക്ലാസ്സായി എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്ക് അത് എന്താ പറയുക, കുട്ടികൾക്ക് ശരിക്ക് ഹെൽപ്ഫുൾ ആവും ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് സാർ. അത് ശരിക്കും ലക്ഷ്യയുടെ അക്കാഡമിക് സിസ്റ്റത്തിന് വലിയൊരു പോസിറ്റീവ്. കാരണം എനിക്ക് തോന്നുന്നു സാർ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്യയുടെ എല്ലാ ബ്രാഞ്ചിന്റെ ഓരോ സ്റ്റാഫിനും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. കാരണം അത് ഭയങ്കര ഒരു, അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ശരിക്കും സത്യം തന്നെയല്ലേ. അല്ല ഞാനാണ് CMA, എന്റെ ക്ലാസ് ആണ് CMA ഏറ്റവും വലുതെന്ന് പറയുന്നല്ലേ സാർ? അത് ഞാൻ അവർക്ക് ക്ലാസ്സിൽ പെർസെൻറ്റേജ് വൈസ് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാറുണ്ട്. വിച്ച് മീൻസ് ഒരു ഫാക്കൽറ്റി വന്നിട്ട് ക്ലാസ് എടുത്ത് നിങ്ങൾ പാസ്സാക്കുന്നതല്ല ഇവിടെ നടക്കുന്ന സിസ്റ്റം. ഓക്കെ, ഇവൻ ഒരു ഫാക്കൽറ്റിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് 50% ബിലോ ആണ് ഒരു കുട്ടീനെ പാസ്സാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടൊരു ക്ലാസ് കൊടുത്തു, ഓക്കെ, എന്ത് കരുതിയിട്ട് ആ കുട്ടി ഒരിക്കലും പാസ്സാവില്ല. അതാണ് അവിടെ ഉള്ളത്. ഒരു ഫാക്കൽറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ഈസി ആയിട്ട് പാസ്സാക്കാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. ആസ് എ ഫാക്കൽറ്റി ഞാനത് അംഗീകരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 40% ഒരു ഫാക്കൽറ്റിക്ക് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് നമ്മുടെ മെൻറ്റോർഷിപ്പ് ടീം അവരെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ. വിച്ച് മീൻസ് ആഫ്റ്റർ ഒരു ഫാക്കൽറ്റി ക്ലാസ്സിന് ഇറങ്ങി പോയതിന് ശേഷം ഓക്കെ ആ മെൻറ്റർ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നു. വിച്ച് മീൻസ് അവരെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിക്കുന്നു, അവർക്ക് എക്സ്ട്രാ സെഷൻസ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് പ്ലസ് കോർഡിനേറ്റർ ആൻഡ് മെന്റർ ടീം ചെയ്യുന്ന എക്സാം കണ്ടക്ടിങ് കോർഡിനേറ്റേഴ്സ് അല്ലേ. അവര് ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അവരെല്ലാരും കൈകാര്യം ചെയ്യുന്ന പേരൻസിനെക്കാളും കൂടുതൽ അവർ കെയർ ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റർ, ഒരു ടോപ്പ് ക്ലാസ് കോർഡിനേറ്റർ അവിടെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ സ്റ്റുഡൻസ് ഒക്കെ പാസ്സാവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ മെൻറ്റർഷിപ്പ്, അതിൻ്റെ കൂടെ ബാക്കി സ്കിൽസ്, ഇംഗ്ലീഷ് ക്ലാസ്, വിച്ച് മീൻസ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ്, പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ്സ്, ഇതൊക്കെ ഇങ്ങനെ ആഡ് ഓൺ ആകുമ്പോൾ എനിക്കിതിനുള്ളിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പോലെ ഒരു CMA-US 2 പാർട്ട് പാസ്സാക്കുന്നതല്ല ലക്ഷ്യയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ലക്ഷ്യ ഒരു CMA-US അതായത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടിനെ ബിൽഡ് ചെയ്യാന്ന് വേണം നമ്മൾ കുറച്ചുകൂടെ പറയാൻ വേണ്ടിയിട്ട്. 2 പാർട്ട് പാസ്സാക്കല്ല, ബിൽഡ് ചെയ്തെടുക്കുക. കാരണം ആഫ്റ്റർ ഓൾ ഇത് കഴിഞ്ഞിട്ട് MNC-യിൽ എത്തണമല്ലോ. ഉറപ്പായിട്ടും അവിടെ എത്തുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്കില്ലാണ് മാറ്റർ. ഈ ക്വാളിഫിക്കേഷൻ, ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ACCA, CA, CMA-US ബാക്കിയുള്ള ഏത് കോഴ്സ് ആയിക്കോട്ടെ, അത് നമ്മുടെ ഒരു സ്റ്റാൻഡ് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ ഒരു കോർപ്പറേറ്റ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല പേയ്മെന്റ്, നേരത്തെ പറഞ്ഞ 1 ലക്ഷം കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മുടെ സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് സ്ഥാപനത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി മുന്നേ കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ CMA-US ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം. അതായത് ഒരു കോഴ്സ് ഡെലിവറി അല്ല, അതായത് മേക്കിംഗ് പ്രൊഫഷണൽസ് അല്ലേ, പ്രൊഫഷണൽസിനെ ബിൽഡ് ചെയ്യാനാണ്. അതൊരു ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള. അത് ഈവൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പോലും അത് കാണാനുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു MNC-യിൽ കിട്ടുന്ന അതേ ഒരു കൈൻഡ് ഓഫ് വൈബാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ആ ക്ലാസ് റൂം ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ല, അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ഞാനിപ്പോൾ ഈ കൊമേഴ്സ് ടോക്കിൽ ഈ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ
എനിക്ക് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ചിലപ്പോൾ ഇതായിരിക്കും. കാരണം ഇതില് നിങ്ങളുടെ ഭയങ്കര ഭയങ്കര ഹാർട്ടിൽ നിന്ന് സംസാരിച്ച പോലെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ കോഴ്സിനെ പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കും തോറും ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ കോഴ്സ്. പക്ഷെ ഇതിൽ റീസെന്റ് ഒരു അപ്ഡേറ്റ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു കോഴ്സിന്റെ ഒരു സ്ട്രക്ചറിൽ. എനിക്ക് തോന്നുന്നു essay, case study അങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും. സോറി, അതിൽ CMA-USL നമുക്കറിയാലോ ഔട്ട് ഓഫ് 500 മാർക്സ് ആണ്. അതിൽ 75 ആണ് MCQ, 25% ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. 75% MCQ എന്ന് പറയും, 25% ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ഈ essay എന്ന് പറയുന്ന നേരത്തെ ഒരു സിനാരിയോ ആയിരുന്നു. അതിൽ കുറേ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്, കാൽക്കുലേഷൻസ് ചെയ്യാറുണ്ട്. അതിന്റെ പാറ്റേൺ മാത്രം ഒരു മാറ്റി. ഈ 25% വെയിറ്റേജിൽ ചേഞ്ചസ് ഇല്ല, ഇപ്പോൾ ഈ 25 തന്നെയാണ്. പക്ഷെ സിനാരിയോ എന്നുള്ള മാറ്റി കേസ് സ്റ്റഡി ആക്കി. കേസ് സ്റ്റഡി അതായത് 250 വേർഡ്സിന്റെ ഒരു കേസ് സ്റ്റഡി തരും. ആ കേസ് സ്റ്റഡി വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ചുകൂടി ഇത് ഇൻഡസ്ട്രി കൂടെ സ്കില്ല് ഫോക്കസ് ചെയ്യും. ഒരുപാട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില പിള്ളേർ ചോദിക്കണം സാറേ ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമുണ്ടോ? ഇവിടെ അതൊന്നും ഇഷ്യൂസ് ഇല്ല. ഒരുപാട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ ക്ലാസ്സിലേക്ക് നല്ലതായി. അത് കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടേ സംഭവിച്ചിട്ടുള്ളൂ അവിടെ. ആക്ച്വലി കുറെ പിള്ളേർക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ടൈപ്പിംഗ് സ്പീഡ്. അതൊരു കോർപ്പറേറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ടൈപ്പിംഗ് സ്പീഡിന് വലിയ റെലവൻസ് ഇല്ല, പക്ഷെ അവരിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണം. ആ സമയത്ത് നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ആ ഒരു ടൈപ്പ് ഓഫ് എക്സാം ഒന്നും അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. എത്ര മണിക്കൂറാണ് സാർ ഈ എക്സാം വരുന്നത്? Totally 4 hours. 4 hours. 4 മണിക്കൂറിന്റെ എക്സാം. എപ്പോഴാണ് എക്സാം നടക്കുന്നത്? ഇതിൽ 3 hours ആണ് സാർ MCQ. 1 hour ആണ് നമ്മൾ കേസ് സ്റ്റഡി. 3 hour MCQ, 1 hour കേസ് സ്റ്റഡി. ഈ കേസ് സ്റ്റഡീസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, അതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പൊ വരാൻ പോകുന്നില്ല. പിന്നെ സാർ ഈ ACC ഒക്കെ നടക്കുന്ന എവറി 3 months ആണല്ലോ. അപ്പോൾ ഈ CMA-USA എപ്പോഴാണ് എക്സാം നടക്കുന്നത്? ആനുവലി 3 വിൻഡോസ് ആണ് ഇതിനെ ഓപ്പൺ ചെയ്ത് തരാം. ഒന്ന് ജനുവരി ഫെബ്രുവരി, ഒന്ന് മെയ് ജൂൺ, മറ്റൊന്ന് സെപ്റ്റംബർ. വിൻഡോ എന്ന് പറയുന്നത് 2 മാസം. ഒരു കാൻഡിഡേറ്റിന് 2 മാസത്തെ ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 മാസത്തെ ഗ്യാപ്പ്. ഓക്കെ, ഒരു അങ്ങനത്തെ 2 മാസത്തെ 3 സെറ്റാണ് ആനുവലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇയർലി 6 മാസം എക്സാം ചെയ്താൽ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. കേരളത്തിൽ എഴുതാൻ പറ്റില്ല. കേരളത്തിൽ എഴുതാം സാർ. 3 സെന്റേഴ്സ് ഉണ്ട് സാർ. 3 സെന്റേഴ്സ് ഫസ്റ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. ഒരു സ്റ്റേറ്റില് 3 എക്സാം സെന്റേഴ്സ് തുറന്നിട്ടുള്ളത്. കോഴിക്കോട്ടുണ്ട് സാറേ, പുതിയതായിട്ട് കോഴിക്കോട്, കൊച്ചിയിലുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്. 3 സെന്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സെന്റേഴ്സ് കേരളത്തിലുണ്ട്. അതെ, അത് തന്നെ ഒരു 2 months ഗ്യാപ്പിന്റെ ഉള്ളിൽ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം മോർണിംഗിൽ എഴുതണോ ആഫ്റ്റർനൂൺ എഴുതണോ. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, ടൈം നമ്മൾ ചൂസ് ചെയ്യുന്നു, ഏത് വിൻഡോ, ഏത് വർഷത്തിൽ ഏത് സ്ഥലത്ത് എഴുതണം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നു. മോർ ഓവർ എവിടെയും പോയിട്ട് എക്സാം എഴുതാം. അതാണ് പ്ലസ് പോയിന്റ് ഉള്ളത്. മീൻസ് ഏത് രാജ്യത്തും പോയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ വേറെ ഏത് രാജ്യത്താണോ അവിടുന്ന് എഴുതാം. നമുക്കിപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ ട്രിപ്പ് പോവാണോ അവിടുന്ന് എഴുതാം. അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സാം. പക്ഷേ ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ ഫ്ലെക്സിബിലിറ്റി. പക്ഷെ ഫ്ലെക്സിബിലിറ്റി മാത്രമേ ഉള്ളൂ, അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ. ഓൺലൈൻ എക്സാം കുട്ടികൾ അപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഓൺലൈൻ അല്ല സാറേ, എവിടുന്ന് എഴുതാലോ, ChatGPT ഉപയോഗിച്ച് അത് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു കാര്യങ്ങളോ അതില് പറ്റില്ല അല്ലേ സാറേ? 1972 ഫോം ചെയ്ത കോഴ്സ് ഇന്ന് 2026 നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ റെലവെന്റ് ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി. മറ്റൊരു കാര്യം സാറേ, എല്ലാവരും AI പറയാറുണ്ട്. AI സ്റ്റോക്ക് മാർക്കറ്റിൽ AI ഉണ്ട്, മൊബൈൽ ക്യാമറയിൽ AI ഉണ്ട്. ശരിക്കും 2020 സാറേ സെക്ഷൻ F എന്ന് പറയുന്നത് സാറേ 2020 അതെ, 2020 ഒരു ടെക്നോളജി അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ തന്നെ IM ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2020 ഡാറ്റ അനലിറ്റിക്സ്, ടെക്നോളജി, വിഷ്വലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവിടെയാണ് ശരിക്കും ആൾക്കാർ ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. കാരണം ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സുകൾ അപ്ഡേറ്റഡ്, സിലബസ് ഒക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചുള്ള ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് അവർ ഫോഴ്സ്ഡ് ആവുന്നതിന്റെ ഒരു കാരണം കൂടി തന്നെയായിരിക്കും. കാരണം അറ്റ്ലീസ്റ്റ് ഒരു അപ്ഡേറ്റഡ് കണ്ടന്റ് പഠിക്കാൻ പറ്റും അല്ലേ? അതിപ്പോ നമ്മുടെ ഈ നോർമൽ ഡിഗ്രീസും കാര്യങ്ങളൊക്കെ സ്റ്റിൽ പഴയ രീതിയിൽ തന്നെയല്ലേ പോകുന്നത്. പ്രൊഫഷണൽ കോഴ്സ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബികോമിന്റെ കൂടെ CMA-USA ഒരു മാൻഡേറ്ററി ആയി വരുന്നുണ്ട് സാറേ. ഞാനിപ്പോഴും പറയും, ഞാൻ +2 പഠിക്കുന്ന കുട്ടികളോട് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡിഗ്രീൻ്റെ ഒപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ഇനി ഒരു നെസസിറ്റി ആയി മാറും, ലക്ഷറി അല്ല. പണ്ട് ലക്ഷറിയാണ്, ആൾക്കാരത് ചെയ്യും അല്ലെ, പക്ഷെ ഇതൊരു നെസസിറ്റിയാണ്. ആൾക്കാരിപ്പോ ഈ കോഴ്സുകൾ തമ്മിൽ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും. കാരണം അവർ ഡിഗ്രി കഴിയുന്നതിന് റെലവൻസ് ഉണ്ടാവും അല്ലെ.
അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഭയങ്കര നല്ല രസമായിരുന്നു നിങ്ങളുടെ ടോക്കും, നിങ്ങൾ പറഞ്ഞ കുറേ ഇൻസൈറ്റ്സും. എനിക്കും കുറേ പുതിയ ഇൻസൈറ്റ്സ് കിട്ടുകയും ചെയ്തു. പക്ഷേ എല്ലാവരും പറയാറുണ്ട് സാറേ കറക്റ്റ് സമയത്ത് നിർത്തണം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മൾ പറയില്ലേ ക്രിക്കറ്റിലൊക്കെ പറയാറുണ്ട് റിട്ടയർ ചെയ്യേണ്ട സമയത്ത് റിട്ടയർ ആയില്ലെങ്കിൽ ആൾക്കാർ പറയും എന്താ പോവാത്തതെന്ന്. ഇപ്പൊ മിക്കവാറും കാണുന്ന ആൾക്കാർ പറയുന്നുണ്ട് അവിനാഷ് സാറേ നിർത്താൻ സമയമായി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും സാർ ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല, ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടേണ്ടി വരും. ഇതിൽ കുറെ കമന്റ്സ് കുട്ടികളിടും, കമന്റ്സ് നല്ല കമന്റ്സ് ആയിരിക്കും ചിലപ്പോ, ഇനിയും നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും സാർ താങ്ക് യു സോ മച്ച്. രണ്ടുപേരും നിങ്ങൾ ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മളടുത്ത് സംസാരിച്ചു. ഈ ടൈമിൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് ഭയങ്കര റെലവെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കൊമേഴ്സ് ടോക്സ് വിത്ത് അവിനാഷ് കുളൂർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതും നമ്മൾ ഇങ്ങനത്തെ കുറേ ഡിസ്കഷൻസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഇത് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുന്നില്ല. ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗസ്റ്റുകളും ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഡിസ്കഷൻസിനൊപ്പം തന്നെ നമ്മൾ ഇനിയും ഔട്ട്സൈഡ് ആയിട്ടുള്ള കുറേ ഇൻഡസ്ട്രി എക്സ്പേർട്സിനൊക്കെ നമ്മൾ ഈ ഷോയിൽ കൊണ്ടുവരും. നമ്മൾ ശരിക്കും പറയുന്നത് വൈഡൻ ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മൾ ഇപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുന്ന ഒരു സമയമായതുകൊണ്ടും കുട്ടികൾ കൂടുതലും കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടായതുകൊണ്ടാണ് കോഴ്സ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് ഷോ നടത്തണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ കൊമേഴ്സ് ടോക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ അടുത്തത് ആരായിരിക്കും എന്നുള്ളത് ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് പറയുന്നില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ ആരായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ഗുഡ് ബൈ, ഹാവ് ഫൺ ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദിസ് എപ്പിസോഡ് ഫുള്ളി. താങ്ക് യു.